ഇതുപോലുള്ള കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ഞങ്ങൾക്കേറെ വിലപ്പെട്ടതാണ്. അനുജനായ ഭട്ടി വിക്രമാദിത്യൻ്റെ തല വെട്ടിയെടുത്ത് കാളീക്ഷേത്രത്തിലേക്ക് പോയി. അത് അവിടെയുള്ള ബലിക്കല്ലിൽ വെച്ചു. കണ്ണടച്ച് പ്രാർത്ഥിച്ചപ്പോൾ കാളി പ്രത്യക്ഷപ്പെട്ടു. ബലിക്കല്ലിൽ അറുത്തെടുത്ത വിക്രമാദിത്യൻ്റെ ശിരസ് കണ്ട് ദേവി അന്ധാളിച്ചുപോയി. ഭട്ടി ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യുമെന്ന് ദേവി ഒരിക്കലും കരുതിയില്ല. ഭട്ടിയെ തിരിച്ചയക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ദേവി പറഞ്ഞു, 2000 വർഷം നീ ഭൂമിയിൽ സന്തോഷത്തോടെ വാഴുക. ഇത് കേട്ടപ്പോൾ ഭട്ടിക്ക് ചിരി വന്നു. ദേവി ചോദിച്ചു, എന്തിനാ നീ ചിരിച്ചത്? ഭട്ടി പറഞ്ഞു, 1000 വർഷം ജീവിക്കുമെന്ന് ഇന്ദ്രൻ വരം കൊടുത്തതാ ഏട്ടന്. അവസ്ഥ കണ്ടില്ലേ, ഉടൽ അവിടെ, ശിരസ് ഇവിടെ. അപ്പോൾ ദേവി എനിക്ക് തന്ന ഈ വരവും ഇതുപോലെയാവുമോ? 2000 എന്ന് പറഞ്ഞിട്ട് 2 ദിവസം തികച്ചു ജീവിക്കുമോ ഞാൻ? ദേവി ചോദിച്ചു, എൻ്റെ ശക്തിയിൽ നിനക്ക് സംശയമുണ്ടോ? സത്യം പറഞ്ഞാൽ ദേവി എന്നോട് കോപിക്കരുത്. ഇല്ല, ഉണ്ട് ദേവി, സംശയമുണ്ട്. ഞാൻ നൽകിയ വരം സത്യമാണെന്ന് തെളിയിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഭട്ടി പറഞ്ഞു, ഏട്ടനെ ജീവിപ്പിക്കണം. ഈ ശിരസ് ശരീരത്തിൽ ചേർത്ത് വെച്ച് ഞാൻ നൽകുന്ന തീർത്ഥം തെളിച്ച് ഒരു മന്ത്രം ജപിച്ചാൽ വിക്രമാദിത്യൻ ജീവിക്കും. ദേവി പറഞ്ഞു. ദേവി മന്ത്രം ഭട്ടിയെ പഠിപ്പിച്ചു. എന്നിട്ട് തീർത്ഥം കൊടുത്തു. ഭട്ടി ശിരസുമായി കൊട്ടാരത്തിലെത്തി. ആ ശിരസ് ശരീരത്തിൽ ചേർത്ത് വെച്ച് ദേവി പഠിപ്പിച്ച മന്ത്രം ജപിച്ചു. എന്നിട്ട് തീർത്ഥം തെളിച്ചു. ഉറങ്ങി എഴുന്നേറ്റതുപോലെ വിക്രമാദിത്യൻ കണ്ണു തുറന്നു. തനിക്ക് 2000 കൊല്ലം ജീവിക്കാനുള്ള വരം കിട്ടിയെന്ന് ഭട്ടി പറഞ്ഞു. അപ്പോൾ ദേവി ചോദിച്ച അതേ ചോദ്യം വിക്രമാദിത്യനും ചോദിച്ചു. ബാക്കിയുള്ള 1000 വർഷം നീ തനിച്ച് എങ്ങനെ ജീവിക്കും ഭട്ടി? ഭട്ടി ചിരിച്ചു. ദേവിയെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ ജ്യേഷ്ഠനോടുള്ള ദേഷ്യമായിരുന്നു മനസ്സിൽ. വരം കിട്ടിയതിന് ശേഷമാണ് ഞാൻ അതിനെപ്പറ്റി കാര്യമായി ചിന്തിച്ചത്. 1000 വർഷം സിംഹാസനത്തിലിരുന്ന് ഭരിക്കാമെന്നല്ലേ ഇന്ദ്രൻ ജ്യേഷ്ഠനെ അനുഗ്രഹിച്ചത്? അതെ, ബാക്കിയുള്ള 1000 വർഷം സിംഹാസനത്തിൽ കയറാതെ ഏട്ടന് ജീവിച്ചുകൂടെ? ഭട്ടി പറഞ്ഞത് വിക്രമാദിത്യന് മനസ്സിലായില്ല. ഭട്ടി വിസ്തരിച്ച് പറഞ്ഞു കൊടുത്തു. കാട് 6 മാസം, നാട് 6 മാസം, അങ്ങനെ ജീവിക്കാം നമുക്ക്. അതായത് ഏട്ടൻ 6 മാസം നാട് ഭരിക്കണം, പിന്നെ 6 മാസം കാട്ടിൽ. ആ 6 മാസം കണക്കിൽപ്പെടില്ല, പിന്നെ അടുത്ത 6 മാസം നാട്ടിൽ. അപ്പോൾ 1000 വർഷം ഏട്ടന് കൂടുതൽ കിട്ടും. ഭട്ടിയുടെ ബുദ്ധിയിലുദിച്ച ഈ തന്ത്രം വിക്രമാദിത്യന് ഒരുപാട് ഇഷ്ടമായി. സിംഹാസനത്തിലെ ആദ്യ പടിയിലുണ്ടായിരുന്ന ലളിത എന്ന പ്രതിമ കഥ പറഞ്ഞു നിർത്തിയിട്ട് ഇങ്ങനെ ചോദിച്ചു, ഇത്രയും കരുത്തനും നീതിമാനുമായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ സിംഹാസനത്തിലിരിക്കാൻ ഭോജരാജാവേ, അങ്ങേക്ക് അർഹതയുണ്ടോ? 2ാം ദിവസവും ഭോജരാജാവ് സിംഹാസനത്തിനടുത്തെത്തി. ആദ്യ പടി കയറി. അവിടെയുണ്ടായിരുന്ന ലളിത എന്ന പ്രതിമ മിണ്ടിയില്ല. രാജാവ് അടുത്ത പടിയും കയറി. അപ്പോൾ അവിടെയുണ്ടായിരുന്ന മാലതി എന്ന പ്രതിമ രാജാവിനെ തടഞ്ഞു. അവൾ വിക്രമാദിത്യൻ്റെ മറ്റൊരു കഥ പറഞ്ഞു. ഉജ്ജയിനിയിൽ നിന്നും 10 നാഴിക അകലെ ഒരു വനമുണ്ടായിരുന്നു. അതിനടുത്തായി ഒരു ദുർഗാക്ഷേത്രവും ക്ഷേത്രത്തിന് കുറച്ച് ദൂരെ ഒരു മുരുക്കുമരവും ഉണ്ടായിരുന്നു. ഈ മുരുക്കുമരത്തിൽ തലകീഴായി പേടിപ്പിക്കുന്ന ഒരു രൂപം തൂങ്ങിക്കിടന്നിരുന്നു. വേതാളം. ദുർഗാക്ഷേത്രത്തിനടുത്ത് ഒരു മുനി തപസ് ചെയ്തിരുന്നു. ജ്ഞാനശീലൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. മുനിക്ക് 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ദുർഗാദേവിയെ പ്രസാദിപ്പിക്കണം, പിന്നെ ഭൂലോക ചക്രവർത്തിയായി വാഴണം. തപസ് കഠിനമായി. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഒടുവിൽ ദേവി പ്രത്യക്ഷയായി. ജ്ഞാനശീല, നിനക്ക് എന്താണ് വേണ്ടത്? ദേവി ചോദിച്ചു. ജ്ഞാനശീലൻ പറഞ്ഞു, ദേവി, മഹാമായേ, അടിയനെ ഈ ലോകം മുഴുവൻ കീഴടക്കി ഭൂലോക ചക്രവർത്തിയായി വാഴണമെന്നുണ്ട്. അനുഗ്രഹിച്ചാലും ദേവി. ദേവി പറഞ്ഞു, നിന്റെ ആഗ്രഹം സഫലമാവണമെങ്കിൽ ഒരു ഹോമകുണ്ഡമുണ്ടാക്കണം. ആ ഹോമകുണ്ഡത്തിൽ 1000 രാജാക്കന്മാരുടെ ശിരസറുത്ത് ഹോമിച്ചാൽ നിന്റെ ആഗ്രഹം നടക്കും. ജ്ഞാനശീലന് സന്തോഷമായി. പിന്നെ രാജാക്കന്മാരുടെ ശിരസ് കണ്ടെത്താനുള്ള ഭഗീരഥ പ്രയത്നത്തിലായി അയാൾ. പ്രലോഭിപ്പിച്ചും വഞ്ചിച്ചും ഭീഷണിപ്പെടുത്തിയും ജ്ഞാനശീലൻ ഓരോ ശിരസായി സംഘടിപ്പിച്ചു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ 999 ശിരസും അയാൾ കണ്ടെത്തി ഹോമിച്ചു. ഇനി വേണ്ടത് ഒരേ ഒരു ശിരസ് മാത്രം. ജ്ഞാനശീലൻ്റെ മനസ്സിലുണ്ടായിരുന്നത് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ പേരായിരുന്നു. ആ ശിരസ് കിട്ടാൻ അത്ര എളുപ്പമല്ലെന്ന് ജ്ഞാനശീലൻ അറിയാമായിരുന്നു. ഹോമകുണ്ഡത്തിന് മുന്നിലിരുന്ന് അയാൾ കരുക്കൾ നീക്കി. അങ്ങനെ ഒരു ദിവസം ആ മുനി വിക്രമാദിത്യനെ മുഖം കാണിക്കാനെത്തി. മുനിയെ മഹാരാജാവ് യഥാവധി പൂജിച്ച് ഉപചരിച്ചു. എന്താണ് ആഗമനോദ്ദേശമെന്ന് തിരക്കി. ജ്ഞാനശീലൻ കപട വിനയത്തോടെ പറഞ്ഞു, കാളീക്ഷേത്രത്തിൽ അടിയനൊരു ഹോമം നടത്തുന്നുണ്ട് തിരുമനസേ. അടുത്ത കറുത്തവാവിന് ആ ഹോമം അവസാനിക്കും. ആ ദിവസം അങ്ങ് ഹോമം നടക്കുന്ന ക്ഷേത്രത്തിലെത്തി ഹോമം അവസാനിപ്പിക്കാനുള്ള ചടങ്ങുകൾ അങ്ങയുടെ തൃക്കൈകൾ കൊണ്ട് തന്നെ നടത്തി തരണം. ആ കർമ്മത്തിന് ക്ഷണിക്കാനാണ് അടിയൻ വന്നത്.
തന്നെ കാണാനെത്തിയത് ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു സന്യാസിയാണെന്ന് മഹാരാജാവിന് മനസ്സിലായില്ല. വിക്രമാദിത്യൻ പങ്കെടുക്കാമെന്ന് സമ്മതിച്ചു. കൃത്യസമയത്ത് തന്നെ വിക്രമാദിത്യൻ കാളീക്ഷേത്രത്തിലെത്തി. ജ്ഞാനശീലൻ ചെമ്പട്ടുടുത്ത് ഹോമകുണ്ഡത്തിന് മുന്നിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹോമകുണ്ഡത്തിൽ തീ ആളിക്കത്തുന്നു. ഒപ്പം മന്ത്രധ്വനികളും ഉയർന്നു. അപ്പോൾ ജ്ഞാനശീലൻ പറഞ്ഞു, മഹാരാജാവേ, അങ്ങെനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്യണം. പറഞ്ഞോളൂ. ഇവിടെ അടുത്ത് തന്നെ ഒരു മുരുക്കുമരമുണ്ട്. അതിലൊരു വേതാളം തൂങ്ങിക്കിടക്കുന്നുണ്ട്. അങ്ങ് ആ വേതാളത്തെ ഇവിടെ കൊണ്ടുവരണം. എന്നാലേ ഹോമം പൂർത്തിയാവൂ. വിക്രമാദിത്യൻ അത് സമ്മതിച്ചു. അദ്ദേഹം വേതാളത്തെ തേടി യാത്രയായി. വഴിക്ക് വെച്ച് ആ മുരുക്കുമരവും അതിൽ തൂങ്ങിക്കിടക്കുന്ന വേതാളത്തെയും അദ്ദേഹം കണ്ടെത്തി. ഒട്ടും വൈകിയില്ല. അദ്ദേഹം മുരുക്കുമരത്തിലെ വേതാളത്തെ പിടിച്ചുകെട്ടി തോളിലിട്ടു. പിന്നെ ഹോമകുണ്ഡത്തിന് നേരെ നടന്നു. അപ്പോൾ വേതാളം ചോദിച്ചു, ജ്ഞാനശീലൻ എന്ന മുനിയുടെ ഹോമം നടക്കുന്ന സ്ഥലത്തേക്കല്ലേ എന്നെ അങ്ങ് കൊണ്ടുപോകുന്നത്? അതെ, അങ്ങോട്ട് ഒരുപാട് ദൂരമുണ്ടല്ലോ. അതുവരെ ഞാനൊരു കഥ പറഞ്ഞോട്ടെ. വിക്രമാദിത്യൻ സമ്മതിച്ചു. വേതാളം വിക്രമാദിത്യനോട് കഥ പറഞ്ഞു തുടങ്ങി. വിശ്വനഗരത്തിൽ ജീവിച്ചിരുന്ന ഒരു ബ്രാഹ്മണന് അതിസുന്ദരിയായൊരു പുത്രിയുണ്ടായിരുന്നു. 3 യുവാക്കൾ അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചു. യുവതിയുടെ അമ്മാവനിൽ നിന്ന് 1-ാമനും പിതാവിൽ നിന്ന് 2-ാമനും മാതാവിൽ നിന്ന് 3-ാമനും സമ്മതം വാങ്ങി. 3 പരസ്പരം വിവരങ്ങൾ അറിഞ്ഞിരുന്നില്ല. വിവാഹകാലമായപ്പോൾ തർക്കവും ബഹളവുമായി. തനിക്ക് വേണ്ടി ഉണ്ടാവുന്ന കലഹത്തിൽ മനം നൊന്ത് പെൺകുട്ടി മരിച്ചുപോയി. തങ്ങളുടെ കലഹം മൂലം ഇത്രയൊക്കെ സംഭവിച്ചതിൽ 3 യുവാക്കളും ദുഃഖിതരായി. ഒരാൾ അവളുടെ ശവമാടത്തിൽ കാവലിരുന്നു. 2-ാമൻ അവളുടെ ആത്മാവിന് മോക്ഷം കിട്ടാനായി അസ്ഥികൾ പെറുക്കി ഗംഗയിലേക്ക് പോയി. 3-ാമൻ തെരുവുകൾ തോറും അലഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ സിദ്ധനായ ഒരു സന്യാസിയെ കണ്ടെത്തി. അയാളിൽ നിന്നും മൃതസഞ്ജീവനി മന്ത്രം പഠിച്ച് ശ്മശാനത്തിൽ തിരിച്ചെത്തി. അവിടെ അപ്പോഴും 1-ാമൻ കാവലുണ്ടായിരുന്നു. അപ്പോഴേക്കും ഗംഗയിലേക്ക് അസ്ഥി കൊണ്ടുപോയവനും തിരിച്ചെത്തി. മൃതസഞ്ജീവനി മന്ത്രം പഠിച്ചയാൾ മരിച്ചുപോയ യുവതിയെ ജീവിപ്പിച്ചു. പക്ഷേ വീണ്ടും തർക്കം പഴയതുപോലെ ആരംഭിച്ചു. കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, ആരായിരിക്കണം വരൻ? അവൾ ആരുടെ ഭാര്യയായിരിക്കണം? വിക്രമാദിത്യൻ പറഞ്ഞു, ഇതിലധികമൊന്നും ചിന്തിക്കാനില്ല. ജനിപ്പിച്ചവന് പിതാവിൻ്റെയും അസ്ഥി ഗംഗയിൽ ഒഴുക്കാനായി പോയവന് പുത്രൻ്റെ സ്ഥാനവുമായി. ശ്മശാനത്തിൽ അവളുടെ കുഴിമാടത്തിനരികിൽ കാവലിരുന്നവനാണ് ഭർത്താവാകാൻ അർഹൻ. വിക്രമാദിത്യൻ ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോഴേക്കും വേതാളം കെട്ടഴിഞ്ഞ് മുരുക്കുമരത്തിലേക്ക് തിരിച്ചുപോയി. വിക്രമാദിത്യൻ വിട്ടില്ല. അദ്ദേഹം തിരിച്ചു ചെന്ന് മുരുക്കുമരത്തിൽ നിന്ന് വേതാളത്തെ അഴിച്ചെടുത്തു. വീണ്ടും തോളിലേറ്റി യാത്ര തുടർന്നു. അപ്പോൾ വേതാളം മറ്റൊരു കഥ പറയാൻ തുടങ്ങി. ദേവപുരം എന്നൊരു രാജ്യത്ത് വ്രജമകുടൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. രാജാവിനും മന്ത്രിക്കും ഓരോ പുത്രന്മാരുണ്ടായിരുന്നു. 2 പേരും സുഹൃത്തുക്കളുമായിരുന്നു. മന്ത്രികുമാരൻ ഏറെ ബുദ്ധിമാനും രാജകുമാരൻ സുന്ദരനും ശക്തനുമായിരുന്നു. 2 പേരും ഒരിക്കൽ കാട്ടിലൂടെ നടക്കുമ്പോൾ വനമധ്യത്തിലുണ്ടായിരുന്ന ഒരു സരസിൽ ഒരു സുന്ദരി കുളിക്കുന്നത് കണ്ടു. അവളുടെ സൗന്ദര്യത്തിൽ മതിമറന്ന രാജകുമാരന് അവളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം തോന്നി. കുളി കഴിഞ്ഞ് അവൾ മടങ്ങിപ്പോകുമ്പോൾ സരസിൽ നിന്ന് ഒരു താമരപ്പൂ പറിച്ചെടുത്ത് കണ്ണിൽ ചേർത്തു. അതിനുശേഷം കടിച്ച് കാലിലിടുകയും ചെയ്തു. മാത്രമല്ല മറ്റൊരു പൂവെടുത്ത് തലയിൽ ചൂടി. വേറൊന്ന് പറിച്ചെടുത്ത് മാറോടടുപ്പിച്ച ശേഷം താഴേക്കിട്ടു. ബുദ്ധിമാനായ മന്ത്രികുമാരൻ രാജകുമാരന് യുവതിയുടെ ചെയ്തികൾക്ക് പിന്നിലെ രഹസ്യങ്ങൾ വിവരിച്ചു കൊടുത്തു. താമരപ്പൂ പറിച്ച് കണ്ണോട് ചേർത്തു. അപ്പോൾ അവളുടെ രാജ്യം കണ്ണാപുരമായിരിക്കണം. പത്മമെടുത്ത് കടിച്ചതുകൊണ്ട് പേര് പത്മാവതി എന്നാണ്. കാലിലിടുകയാൽ അവൾ കലിംഗ രാജാവിൻ്റെ മകൾ തന്നെയാണ്. മറ്റൊരു പൂ പറിച്ച് തലയിൽ ചൂടുകയും മാറോടണയ്ക്കുകയും ചെയ്തു. അതിൽ നിന്നും മനസ്സിലാക്കാവുന്നത് അങ്ങയോടുള്ള പ്രണയവും അങ്ങയോടൊത്ത് ജീവിക്കാൻ ആശയുണ്ടെന്നുമാണ്. ഇതിൻ്റെ നിജസ്ഥിതി അറിയുന്നതിനായി 2 പേരും കണ്ണാപുരത്തേക്ക് യാത്ര തിരിച്ചു. അവർ രാജകൊട്ടാരത്തിലെ പൂക്കച്ചവടക്കാരിയായ ഒരു വൃദ്ധയുടെ വീട്ടിലാണ് താമസിച്ചത്. വൃദ്ധ മുഖേന അവർ സകല വിവരങ്ങളും അറിഞ്ഞു. അവർ രാജ്യത്തെത്തിയ കാര്യം വൃദ്ധ വഴി തന്നെ രാജകുമാരിയെ അറിയിച്ചു. ഇത് കേട്ട രാജകുമാരി തൻ്റെ 2 വിരലുകൾ ചന്ദനനീരിൽ മുക്കി വൃദ്ധയുടെ നെഞ്ചിൽ ആഞ്ഞു പ്രഹരിച്ചു. വൃദ്ധ ദുഃഖിതയായി രാജകുമാരനോട് ഈ സംഭവം പറഞ്ഞു. എന്നാൽ മന്ത്രികുമാരൻ അത് വിവരിച്ചു. 10 ദിവസം കഴിഞ്ഞു വരാനാണ് രാജകുമാരി പറയുന്നത്. 10-ാം ദിവസം വീണ്ടും വൃദ്ധ സ്ത്രീ കൊട്ടാരത്തിലേക്ക് പോയി. ഇപ്രാവശ്യം കുമാരി 3 വിരലിൽ കുങ്കുമം പുരട്ടി വൃദ്ധയുടെ മാറിലടിച്ച് അവരെ ഒരു തുരങ്കത്തിലേക്ക് തള്ളിയിട്ടു. അതിലൂടെ നടന്ന വൃദ്ധ കാട്ടിലൊരിടത്തെത്തി. വഴിതെറ്റി ഒരുപാട് അലഞ്ഞ് എങ്ങനെയോ വീട്ടിൽ തിരിച്ചെത്തിയ വൃദ്ധ ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോകാൻ തനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ സംഗതി അറിഞ്ഞ മന്ത്രികുമാരൻ പറഞ്ഞു, 3-ാം ദിവസം അവിടേക്ക് ചെല്ലാനാണ് പറയുന്നത്. അമ്മയെ ഇങ്ങോട്ട് പറഞ്ഞയച്ച അതേ തുരങ്കത്തിലൂടെ അങ്ങേക്ക് അകത്ത് കടക്കാം. പറഞ്ഞ ദിവസം തന്നെ രാജകുമാരൻ രാജകുമാരിയുടെ മുറിയിലെത്തി. അവർ സല്ലാപത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ രാജകുമാരൻ 15 ദിവസങ്ങൾ ആരും അറിയാതെ കൊട്ടാരത്തിൽ താമസിച്ചു. അതിനുശേഷം പിറ്റേന്ന് തന്നെ തിരികെ വരാമെന്ന ഉറപ്പിന്മേൽ രാജകുമാരൻ മന്ത്രികുമാരനെ കാണാൻ പുറപ്പെട്ടു.
മന്ത്രികുമാരന് കൊടുക്കാൻ വേണ്ടി രാജകുമാരി കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി ഏൽപ്പിച്ചിരുന്നു. വീണ്ടും കണ്ടപ്പോൾ ഇരുവർക്കും സന്തോഷമായി. രാജകുമാരൻ പലഹാരങ്ങൾ മന്ത്രികുമാരന് നൽകി. അവൻ പുഞ്ചിരിയോടെ പറഞ്ഞു, കുമാരാ, ഈ പലഹാരങ്ങൾ കഴിച്ചാൽ ഞാൻ മരിച്ചു പോകും. ഇതിൽ വിഷം ചേർത്തിട്ടുണ്ട്. ഇത് കേട്ട് രാജകുമാരൻ ഞെട്ടി. എന്താണ് നീ പറയുന്നത്? പത്മാവതി ഇതിൽ വിഷം ചേർത്തിരിക്കുന്നുവെന്നോ? ഒരിക്കലുമില്ല, നീ ധൈര്യമായി കഴിക്കൂ. അവൾ വളരെ സ്നേഹത്തോടെ തന്നുവിട്ടതാണ്. ഇല്ല കുമാരാ, അവളെ തെറ്റു പറയാൻ കഴിയില്ല. ഇത്ര നാൾ കഴിഞ്ഞും അങ്ങ് എന്നെ കാണാനായി തിരിച്ചു വന്നില്ലേ? അങ്ങയെ അവളുടേത് മാത്രമാക്കി മാറ്റാനുള്ള ശ്രമമാണിത്. അങ്ങേക്കത് മനസ്സിലാവില്ല. എന്തു പറഞ്ഞിട്ടും രാജകുമാരൻ വിശ്വസിച്ചില്ല. വിശ്വാസമില്ലെങ്കിൽ ആദ്യം ഞാനിത് കഴിക്കാം, എന്നിട്ട് നീ കഴിച്ചാൽ മതി. പലഹാരപ്പൊതിയിൽ കൈയിട്ട രാജകുമാരനെ തടഞ്ഞുകൊണ്ട് മന്ത്രികുമാരൻ പൊതിയിൽ നിന്നും അല്പമെടുത്ത് അടുത്ത് കണ്ട ഒരു പൂച്ചയ്ക്ക് കൊടുത്തു. അത് കഴിച്ച പാവം പൂച്ച തൽക്ഷണം മരിച്ചു. വിഷണ്ണനായ രാജകുമാരന് അപ്പോഴാണ് പത്മാവതിയുടെ വഞ്ചന മനസ്സിലായത്. അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. മന്ത്രികുമാരൻ പറഞ്ഞു, എങ്കിൽ ഇന്ന് രാത്രി അങ്ങ് അവളുടെ അരികിലേക്ക് പോകണം. പഴയതുപോലെ തന്നെ പെരുമാറണം. അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ അവളുടെ മാറിൽ നഖം കൊണ്ട് 3 അടയാളങ്ങൾ ഉണ്ടാക്കിയിട്ട് അവളുടെ കഴുത്തിലെ മുത്തുമാല അഴിച്ചെടുത്ത് തിരിച്ചു വരണം. മന്ത്രികുമാരൻ്റെ നിർദ്ദേശമനുസരിച്ച് തന്നെ രാജകുമാരൻ പ്രവർത്തിച്ചു. അതിനുശേഷം രണ്ടുപേരും വേഷം മാറി പട്ടണത്തിൽ പ്രവേശിച്ചു. മന്ത്രികുമാരൻ മുനിയുടെയും രാജകുമാരൻ ശിഷ്യന്റെയും വേഷമാണ് ധരിച്ചത്. ഗുരു ഒരു ശ്മശാനത്തിലിരുന്നു. ശിഷ്യൻ മുത്തുമാല വിൽക്കാൻ രാജധാനിയിലേക്ക് പോയി. തൻ്റെ മകളുടെ വിലപിടിച്ച മുത്തുമാല ഒരു സന്യാസിയുടെ കയ്യിൽ കണ്ട രാജാവ് വിസ്മയപൂർവ്വം അതിൻ്റെ വില ചോദിച്ചു. അപ്പോൾ ശിഷ്യന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ശ്മശാനത്തിൽ താമസിക്കുന്ന എൻ്റെ ഗുരുവാണ് ഇതിൻ്റെ വില തീരുമാനിക്കേണ്ടത്. മുത്തുമാലയുടെ ചരിത്രമറിയാൻ രാജാവ് ശ്മശാനത്തിലെത്തി. മുനിയെ കണ്ട് വന്ദിച്ച് മുത്തുമാലയുടെ വിശദ വിവരങ്ങൾ ആരാഞ്ഞു. മുനി പറഞ്ഞു, പ്രഭോ, ദിവസേന ഇവിടെ ഒരു യുവതി വന്ന് ശവങ്ങൾ മാന്തിയെടുത്ത് തിന്നാറുണ്ട്. ഒരു നാൾ ഞാൻ എൻ്റെ ശൂലം അവളുടെ മാറിൽ ഊന്നിക്കൊണ്ട് അതിൻ്റെ കാരണം തിരക്കി. ആ പെണ്ണ് അവളുടെ പേര് പത്മാവതി എന്നാണെന്നും സാധാരണ ഭക്ഷണം കൊണ്ട് വിശപ്പ് മാറാത്തതിനാലാണ് ശവം തിന്നുന്നതെന്നും പറഞ്ഞു. ഈ വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ വേണ്ടി അവൾ എനിക്ക് സമ്മാനം തന്നതാണ് ഈ മുത്തുമാല. പരിഭ്രാന്തനായ രാജാവ് മുനി ആവശ്യപ്പെട്ട വില കൊടുത്ത് മാല വാങ്ങി മടങ്ങി. രാജകുമാരിയെ വിളിപ്പിച്ച് മുത്തുമാല എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. മകളുടെ മാറിടം പരിശോധിക്കാൻ രാജ്ഞിയോട് രഹസ്യമായി രാജാവ് പറഞ്ഞു. മാറിൽ ശൂലത്തിന്റെ അടയാളം പോലെ ഒന്ന് കണ്ടെത്തിയതോടെ അദ്ദേഹം ആകെ തളർന്നുപോയി. വിഷയം രാജസഭയിൽ ഉന്നയിക്കപ്പെട്ടു. രാജകുമാരിയെ നാട് കടത്തണമെന്ന് രാജാവിൻ്റെ വിശ്വസ്തനും സന്തത സഹചാരിയുമായ മന്ത്രി അഭിപ്രായപ്പെട്ടു. എല്ലാവരും അത് ശരിവെച്ചു. അങ്ങനെ വേറെ നിവൃത്തിയില്ലാതെ രാജാവ് മകളെ നാടുകടത്തി. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് എല്ലും തോലുമായ പത്മാവതിയെ രാജകുമാരനും മന്ത്രികുമാരനും ചേർന്ന് കണ്ടെത്തി. പത്മാവതി മന്ത്രികുമാരനോട് മാപ്പപേക്ഷിച്ചു. അവൾക്ക് തൻ്റെ തെറ്റുകൾ മനസ്സിലായി എന്ന് തിരിച്ചറിഞ്ഞ രാജകുമാരൻ പത്മാവതിയെ സ്വീകരിച്ചു. 2 കുമാരന്മാരും ചേർന്ന് രാജകുമാരിയെ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ രാജാവ് തൻ്റെ പുത്രിയുടെ ദുർഗതിയെപ്പറ്റി ഓർത്ത് ദുഃഖിച്ച് മൃതിയടഞ്ഞു. ഭർത്തൃവിരഹത്താൽ രാജ്ഞിയും വൈകാതെ മരിച്ചുപോയി. കഥ അവസാനിച്ചപ്പോൾ വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു, രാജാവേ, കഥയിൽ 2 മരണങ്ങൾ നടന്നു. ശാസ്ത്രപ്രകാരം ആർക്കാണ് ഇതിൻ്റെ പാപം? വിക്രമാദിത്യൻ പറഞ്ഞു, മന്ത്രികുമാരൻ്റെ വാക്കനുസരിച്ചാണ് രാജകുമാരൻ പ്രവർത്തിച്ചത്. മന്ത്രികുമാരനാണെങ്കിലോ സുഹൃത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. പത്മാവതിയാണെങ്കിൽ രാജകുമാരനെ സ്നേഹിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. മാത്രമല്ല, അവളുടെ തെറ്റുകൾ അവൾ തിരുത്തി. പിന്നെ രാജാവിന് ജനഹിതത്തിനെതിരായി ഒന്നും പ്രവർത്തിക്കാനാവില്ലല്ലോ. ചുരുക്കത്തിൽ കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ ശ്രമിക്കാതെ ഒരു തീരുമാനമെടുത്ത മന്ത്രിയാണ് ഇവിടെ പാപി. ഈ ഉത്തരം കേട്ടയുടനെ വേതാളം കെട്ടുകൾ ഭേദിച്ച് മുരുക്കുമരത്തിലേക്ക് തിരിച്ചുപോയി. വിക്രമാദിത്യൻ പിന്നെയും വേതാളത്തെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്നു. വേതാളം കഥ പറയാൻ ആരംഭിച്ചു. വേദാംഗൻ എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ യാദൃശ്ചികമായി 2 ബ്രാഹ്മണകുമാരന്മാർ വന്നു. ഒരുവൻ ഭോജനസുഖം അറിയുന്നതിലും രണ്ടാമൻ നിദ്രാസുഖം ആസ്വദിക്കുന്നതിലും മിടുക്കനാണ്. രാജാവ് അവരെ പരീക്ഷിക്കാൻ നിശ്ചയിച്ചു. ഭോജനസുഖം അറിയുന്നവനെ ഒരു ബ്രാഹ്മണന്റെ ഗൃഹത്തിലേക്ക് അയച്ച് ഭക്ഷണം കൊടുത്തു. കഴിച്ചു കഴിഞ്ഞപ്പോൾ ചോറിന് ചാണകത്തിൻ്റെ മണമുണ്ടെന്ന് അയാൾ പറഞ്ഞു. ഇതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ ചാണകം കത്തിച്ച ചാരം വളമായി ഉപയോഗിച്ച നെല്ലിൻ്റെ ചോറായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായതെന്ന് രാജാവിന് മനസ്സിലായി. ഒന്നാമൻ്റെ നൈപുണ്യത്തിൽ രാജാവ് അത്ഭുതം കൂറി. നിദ്രാസുഖം അറിയുന്നവനെ വിളിച്ച് അദ്ദേഹം കമനീയമായി അലങ്കരിച്ച ഹംസതൂലിക ശയ്യയിലേക്ക് പറഞ്ഞയച്ചു. ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ അയാൾ തനിക്ക് നല്ല ശരീരവേദനയുണ്ടെന്നും കിടക്കയിൽ എന്തോ പ്രശ്നമുള്ളതിനാൽ ഉറക്കം ശരിയായില്ല എന്നും പറഞ്ഞു. കിടക്ക പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു മുടിനാരിഴ കണ്ടെത്തി. മെത്തയിലെ അതിസൂക്ഷ്മമായ ഒരു മുടിനാരിഴ പോലും ശല്യപ്പെടുത്തിയ കുമാരൻ്റെ നിദ്രാസ്വാദന നൈപുണ്യത്തിലും രാജാവ് അത്ഭുതപ്പെട്ടു. രാജാവ് 2 പേർക്കും കൈനിറയെ സമ്മാനങ്ങൾ കൊടുത്ത് യാത്രയാക്കി. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ ചോദ്യം അവശേഷിച്ചു: ആരാണ് കൂടുതൽ നിപുണൻ?
ഈ ചോദ്യം വേതാളം വിക്രമാദിത്യ മഹാരാജാവിനോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉണർന്നിരിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന പ്രവൃത്തികൾ ചെയ്യുന്നവർ ഇവിടെ ധാരാളമുണ്ട്. എന്നാൽ ഉറക്കത്തിൽ പോലും തൻ്റെ നൈപുണ്യം കാണിക്കുന്നവർ അധികമില്ല. അതിനാൽ ഇവരിൽ നിദ്രാസുഖം അറിയുന്നവനാണ് ശ്രേഷ്ഠൻ. ഇത് പറഞ്ഞു തീർത്തപ്പോഴേക്കും വേതാളം മുരുക്കുമരത്തിലേക്ക് തിരിച്ചുപോയി കഴിഞ്ഞിരുന്നു. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെ പിടിച്ചുകെട്ടി കൊണ്ടുവന്നു. വേതാളം പറഞ്ഞു, സൗരഭം എന്ന നാട്ടിലെ രാജാവായിരുന്നു വരദത്തൻ. അദ്ദേഹം ധീരകേസരി എന്ന യോദ്ധാവിനെ തൻ്റെ സേനാനായകനായി നിയമിച്ചു. ഒരു ദിവസം കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായി നാട് മുഴുവൻ വിറളിയെടുത്തു. ഇതിനിടയിൽ കൊട്ടാരവാതിക്കൽ നിന്നും ഒരു കരച്ചിൽ കേട്ട് ധീരകേസരി അവിടേക്ക് ചെന്നു. അതൊരു വൃദ്ധയായിരുന്നു. 3 ദിവസത്തിനകം രാജാവ് മരിക്കുമെന്നും അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒരു യുവാവിനെ ഭദ്രാദേവിക്ക് ബലി കൊടുക്കണമെന്നും ആ വൃദ്ധ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ധീരകേസരി ഞെട്ടിപ്പോയി. രാജാവിൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് തൻ്റെ കടമയാണെന്ന് അയാൾക്കറിയാം. ചിന്തകൾക്കും അന്വേഷണങ്ങൾക്കും ഒടുവിൽ ധീരകേസരി ഒരു കടുങ്കൈ ചെയ്യാൻ ഉറച്ചു. ഉടനെ തന്നെ അദ്ദേഹം വീട്ടിൽ ചെന്ന് 16 വയസ്സ് പ്രായമായ തൻ്റെ ഓമനപുത്രനെ ഒപ്പം വിളിച്ചു. ക്ഷേത്രത്തിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ അവൻ അച്ഛനോടൊപ്പം യാത്രയായി. ധീരകേസരി ഏറെ ഹൃദയവേദനയോടെ ആ ക്രൂരകൃത്യം ചെയ്തു. ഈ വിവരമറിഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യ ക്ഷേത്രത്തിൽ വന്ന് നെഞ്ചു തല്ലിക്കരഞ്ഞു. എന്നിട്ടും പ്രതികരിക്കാത്ത ദേവിയോടുള്ള ദേഷ്യത്തിൽ ബാക്കിയുള്ള മക്കളോടൊപ്പം അവർ ദേവിക്ക് മുന്നിൽ ജീവനൊടുക്കി. തൻ്റെ കുടുംബം മുഴുവൻ ചോരയിൽ കുളിച്ച് കിടക്കുന്നത് കണ്ട ധീരകേസരി വിഷാദഭാരം സഹിക്കാൻ വയ്യാതെ സ്വയം വെട്ടിമരിച്ചു. കഥ എങ്ങനെയോ നാടറിഞ്ഞു. രാജാവ് ഉടൻ ക്ഷേത്രത്തിലെത്തി. തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ആ കുടുംബത്തിൻ്റെ അന്ത്യം രാജാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹവും വാൾ വലിച്ചൂരിയെടുത്ത് സ്വന്തം കഴുത്തിൽ വെച്ചു. ഉടൻ ദേവി പ്രത്യക്ഷയായി. ദേവി പറഞ്ഞു, ഒരുപാട് ജീവനുകൾ ഇതിനകം തന്നെ പൊലിഞ്ഞു കഴിഞ്ഞു. ഇനിയും ഈ ക്ഷേത്രാങ്കണത്തിൽ ചോര വീഴാൻ പാടില്ല. രാജാവെന്നാൽ പ്രജകൾക്ക് വേണ്ടി ജീവിക്കേണ്ടവനാണ്. ഇങ്ങനെ സ്വയം വെട്ടിമരിക്കാൻ പാടില്ല. രാജാവ് പറഞ്ഞു, എൻ്റെ പ്രജകൾക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഇവിടെ സംഭവിച്ചതെന്താണെന്ന് അവിടത്തേക്ക് അറിയാവുന്നതല്ലേ. എനിക്ക് വേണ്ടി ഒരു കുടുംബം മുഴുവൻ ഇവിടെ മരിച്ചു വീണിരിക്കുന്നു. അവരെ ജീവിപ്പിക്കണം. അല്ലാത്ത പക്ഷം രാജാവെന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? രാജാവിൻ്റെ ആവശ്യമനുസരിച്ച് ദേവി മരിച്ചു കിടക്കുന്നവർക്ക് ജീവൻ കൊടുത്തു. ആഹ്ലാദഭരിതനായ രാജാവ് ധീരകേസരിയെ തൻ്റെ മന്ത്രിയായി നിയമിച്ചു. കഥ തീർന്നയുടനെ വേതാളം ചോദിച്ചു, ഇതിൽ ആരുടെ ത്യാഗമാണ് മഹനീയം? വിക്രമാദിത്യൻ പറഞ്ഞു, ധീരകേസരി ചെയ്തത് അയാളുടെ കർത്തവ്യമാണ്. അയാളുടെ ഭാര്യാപുത്രന്മാർ ചെയ്തതും സ്വാഭാവികം തന്നെ. സേവകന്റെ ദുസ്ഥിതിയിൽ രാജാവ് സ്വയം മരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ രാജാവാണ് പ്രശംസ അർഹിക്കുന്നത്. ഇത് പറഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ വേതാളം മുരുക്കുമരത്തിലേക്ക് തിരിച്ചുപോയി.